നന്നായിട്ട് വെന്ത് വരണം. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്ത് ഒന്ന് അളന്ന് വയ്ക്കാം. മാറുങ്ങോട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം തരാം. തേയില പോയാലും നമുക്ക് മഞ്ഞൾപ്പൊടി കളയുക. മഞ്ഞൾപ്പൊടി പറഞ്ഞ ഇതിനൊരു കണക്കൊന്നും ഇല്ല. ഞങ്ങൾ കുറഞ്ഞ നാളത്തേക്കാണ് രസം. ഇപ്പോഴേ ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് വരും. വെറുതെ എല്ലാം കൂടെ നാളെ പാടുക. ചോറും കൂടി വയ്ക്കാൻ മതി. മോനെ ആ കുന്ത് കൊടുത്തുനിന്ന് മാറി. മല്ലിപ്പൊടി എന്ത് എടാ മോനെ, മുളക് പൊടി എടുക്കണ്ടേ? ഈ വ്ളോഗ് ആരെങ്കിലും കാണുന്നുണ്ടോ മോനെ? പിന്നെയോ 100 സംതിങ് ലൈക്ക്. കുരുമുളക് പൊടിയാണ് നമ്മള്. കുരുമുളക് ചതച്ചിരുന്നുണ്ട്. പിള്ളേർ തിന്നത്തില്ല ഞങ്ങൾ നാളെ. ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ അത് വരച്ച് വരയ്ക്കാം. എനിക്ക് ചപ്പാത്തി കിട്ടിയില്ല. ചിക്കൻ കറിയുടെ വീഡിയോ എടുത്തു. അശ്വിൻ, ബസ്സു, ഇല്ല. ഇത് നമ്മുടെ മാമി, ഇത് നമ്മുടെ മീന്, പാട്ടുകാരി മീന്. ഇത് നമ്മുടെ എനിക്ക് ചപ്പാത്തി അതില്ല. ചപ്പാത്തിനെ അവിടെ ചുടുവാ. ചുട്ട് കഴിഞ്ഞാൽ ചപ്പാത്തി വിട്ട് കഴിഞ്ഞില്ല എനിക്ക് തരാൻ. ഇവിടുത്തെ പൂച്ചനെ കണ്ടത് അടിച്ച പൂച്ച. പൂച്ച ഒരു പേടിയില്ല പൂച്ച. ഇത് വയനാട്ടിലെ തടിച്ച പൂച്ചയാണ്. എനിക്ക് ചപ്പാത്തി ഇല്ലേ? ഇല്ല, തീർന്നു ചപ്പാത്തി. ഈ പൂച്ച ഭയങ്കര സാധനമാണ്. അടിച്ച് പൂച്ച. ഇവിടുത്തെ പൂച്ചനെ തടിച്ചായിരിക്കുന്നോള്. ചിക്കൻ കറി രസം. അമ്മ ഇതൊന്ന് വീഡിയോ ഒന്ന് എടുക്കാമേ. അത് താഴെ വീണത്. അമ്മ ചുമ്മാ നിൽക്കുവല്ലേ? അല്ല മോനെ, ഒന്ന് വീഡിയോ ഹെൽപ്പർ ഇങ്ങനെ പിടിച്ചാൽ മതി. ആ രസം ഉണ്ടാക്കി. വേപ്പല ഞങ്ങൾ അയലത്തെ വീട്ടിൽ നിന്ന് പറിച്ചു. സോറി ഗൈസ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. സോറി ഗൈസ്, ഇത് ഞങ്ങൾ പാട്ടാക്കിക്കൊള്ളാം. മണം വല്ലതും വരുന്നുണ്ടെങ്കിൽ ഉടനെ ആരെങ്കിലൊക്കെ ഓടിയെത്തേണ്ടതാണ്. ഓടിയെത്തണ്ട, മണം അവിടെ മൂക്കും പൊത്തിയിരുന്നു. കായപ്പൊടിയൊക്കെ എടുത്ത് അടുപ്പിച്ച് പോയി. മമ്മി വരാന്നാണ് പറഞ്ഞത്. കായപ്പൊടി മേല രസം ഉണ്ടാക്കാൻ വിളിക്കാതെ തന്നെ.
ഇവിടെ എല്ലാം മോനെ ചപ്പാത്തി അപ്പുറത്ത്. ആര് വന്നിരിക്കുന്നു? മോനെ കളയല്ലേ, കളയാതെ കഴിക്കേ. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എന്നിവ ഇട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ടച്ചിപ്പിന് വെക്കാൻ കേട്ടോ. എനിക്കിത് പിടിക്കാൻ തുണി പോലും ഇല്ല ഈ വീട്ടിൽ. ഗൈസ് അവസ്ഥ നോക്കൂ ഗൈസ്. മീനുട്ടി അപ്പുറത്തെ ചപ്പാത്തി, അപ്പുറത്തെ ചപ്പാത്തി. ചപ്പാത്തി കൊടുക്കും. ഒരു കപ്പ വരട്ടെ. ചപ്പാത്തി ഇല്ലേ? ചപ്പാത്തി കുഞ്ഞിന് കപ്പ വേണ്ടേ? എന്റെ മീനൂന് ചപ്പാത്തി കൊടുക്കല്ല, കപ്പ കൊടുക്കല്ല, അവള് കഴിക്കത്തില്ലേ കപ്പയൊന്നും, അതിലുണ്ട്. ഇഷ്ടമല്ല. എന്തൊക്കെ മതിയോ? അവള് ഏമ്പ് തിന്നില്ല, ഏനേതില്ല, കാശ് തിന്നില്ല. കുഞ്ഞിന് കപ്പ വരട്ടെ ഒരു കഷ്ണം. ഓ എന്ത് നീയാണ് ഈ കൂട്ടി വെച്ചത്? ഇവന്മാരെല്ലാം സെറ്റിൽ ആർക്കാ കഴിക്കുന്നത്? ചേട്ടൻ മതിയോ കപ്പ? കുഞ്ഞിന് വേണ്ടേ? നൂറ്റി ഒന്ന് കുറഞ്ഞു. ഇങ്ങനെ കാപ്പി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഫ്ലാസ്കിനകത്ത്. മതിയോ? കാപ്പി വേണോ? ഇച്ചിരി പേപ്പർ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കൈ കൊണ്ട് കഴിക്കും. മതിയോ? അവിടെ ആ കറി പിന്നെ ഇത് ഇവക്ക് ചപ്പാത്തി കൊടുക്കും. അതിനകത്തോട്ട് അവിടെ ചുട്ടത് ചപ്പാത്തി നമ്മുടെ പുളി വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇച്ചിരി പേപ്പർ താരെങ്കിലും കുറച്ച് കുറച്ചായിട്ട് പേപ്പർ തരാം. ആരൊക്കെ കഴിക്കാനുള്ളത്? പക്ഷെ ഇങ്ങനെ കഴിച്ചാൽ ശരിയാവും. നമുക്ക് എല്ലാവർക്കും ഒന്നും തിന്നല്ലേ കഴിക്കേണ്ടത്. ദുഷ്ടത്തികൾ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ, തീർന്നില്ല. ഇതെന്റെ മോന്റെ യൂട്യൂബിൽ അവന് ഇടാനുള്ള എനിക്കിത് വെള്ളം കുടിക്കാൻ എടുക്കാം. സവിത കഴിച്ചില്ല, അതിൽ വെള്ളം എടുക്കാം. എടുക്കെടുക്ക് വെള്ളം എടുക്കും. കായപ്പൊടി ഇവിടെ കായപ്പൊടി ഉണ്ട്. ഒത്തിരി കായപ്പൊടി ഉണ്ട്. ഒരു കായപ്പൊടി പൊട്ടിക്കാത്തതുണ്ട്. അതിൽ നോക്കി കായപ്പൊടി ഉണ്ടായിരുന്നു. കായപ്പൊടി ഉണ്ട്. നിങ്ങൾ തപ്പിത്താ ഇങ്ങോട്ടേ നേരത്തെ പറഞ്ഞല്ലേ. ഞാൻ തരാം. കായപ്പൊടി ഉണ്ടോ? ഞാനല്ലേ വെച്ചത് കായപ്പൊടി. വെളിയിൽ കൊടുത്ത പച്ചക്കറിയുടെ അകത്തൊക്കെ കായപ്പൊടി ഉണ്ടായിരുന്നു. ആണല്ലോ 2 കായപ്പൊടി ഇരുന്നിട്ടൊരു കായപ്പൊടി എടുത്ത് വെച്ചത്. അതിലില്ല. ഇല്ല. ഞാനെടുത്ത് വെച്ച് കായപ്പൊടി ഒരെണ്ണം 2 എണ്ണം ഉണ്ടായിരുന്നു. അത് വീട്ടിൽ കായപ്പൊടി ഇതിനകത്തുണ്ടോ? പിന്നെ കാലൊന്നും മാറ്റിക്കാൻ പോലെ
രസത്തിൽ വെള്ളം വേണോ? ഇവിടെ വെള്ളം എടുത്താ ഒരു പ്ലേറ്റ്. കഴുകണേ ഇതാർക്കാടി? കഴുകണേ ഇടട്ടെ വെയ്യ അവിടെ ഞാനിടാം. വെച്ചോ വെച്ചോ. എന്നാ ഉറക്കം വരുന്നു. ഉറക്കം വരുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കണ്ടോ? ഒരു രസം പറ്റുമ്പോൾ എനിക്ക് കുറച്ച് പറ്റിക്കണം. മതിയാ വെള്ളം? വെള്ളം വെക്കുവാനേ വെള്ളം വെക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, പുളി കിട്ടത്തില്ല. പുളി തീർന്നോ? ഇത് പറ്റുമ്പോൾ ഇച്ചിക്കൂടെ ഇതാവും. ഉപ്പിട്ടില്ല. ഇട്ടില്ല, കായപ്പൊടി ഇട്ടില്ല, മല്ലിയില ഇട്ടില്ല. മല്ലിയുടെ അരിഞ്ഞ് വെച്ചേക്കാം ലാസ്റ്റ്. നല്ലൊരു തിളച്ചിതാകത്തില്ലേ? എന്തേത്? ഒരു ഉണ്ട വീണ കേട്ടാ, ശ്രദ്ധിക്കുക. വോയിസ് ഒക്കെ മാറ്റും. പുളിയില്ലെന്ന് ആരും കുറ്റം പറയരുത്. പൊടി കുറവാണ്. അല്ല, ആരും കുറ്റം പറയരുത്. പറഞ്ഞാൽ ഞാൻ വെട്ടും, ഞാൻ സെറിയാക്കും കേട്ടോ. രസമാകുമ്പോൾ കുറച്ച് എന്തുകൂടി ഇത് രസമാകുമ്പോൾ കായം വേണം മുന്നിൽ നിൽക്കാൻ. അറിയത്തില്ല അത്. അല്ലാതെ രസം വെച്ചിട്ട് എന്തെടുക്കാനാണ്? എല്ലാതും അത് മൊത്തം തട്ടി നാളെ ഇല്ലല്ലോ ഇവിടെ എന്നും പറഞ്ഞ് കായപ്പൊടിയുടെ ചോള വരുമ്പോ അക്കൊക്കെ അറിയാം കായത്തിന്റെ രഹസ്യം. കായത്തിന്റെ ഒരു രഹസ്യമാണ് അത്. പറയടി. കായം നമ്മുടെ വയറ്റിലെ അസുഖങ്ങളൊക്കെ മാറ്റാൻ സൂപ്പറാണ്. വയറുവേദന മാറാൻ സൂപ്പറാണ്. പിന്നെ കുരുമുളക് പൊടി അതിൽ ബെസ്റ്റാണ്. എരിവിലൊന്നും പറയാം. പറഞ്ഞ് കുരുമുളക് പൊടി ഒത്തിരി ഇടാവാ. ടേസ്റ്റ് കുരുമുളക് ചതച്ചിടാൻ പറ്റാത്തതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇടുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഇടണം. എൻ്റെ രസമാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കാം കേട്ടാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? എല്ലാം മടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ തരല്ലേ ലാസ്റ്റ്? കറി എടുത്ത് വെക്കാനാ? ആർക്ക് വിളമ്പാൻ? കൂടുതലിട്ടാലും കായം മുന്നിൽ നിൽക്കണം. മറ്റേ കായവാ സൂപ്പർ. എന്ത് കായെന്നറിയാവാ? മറ്റേ കായത്തിന്റെ പേരെന്തോ? ചപ്പാത്തി ഇട്ട് വേറെ പാത്രം അത് കഴുകണം. മറ്റേ കായമില്ലേ? അറിയത്തില്ല. ഇതെന്ത് കായം? ഇത് കൊള്ളാത്ത പട്ടക്കായ. ചപ്പാത്തി ഗൈസ്, ഇതൊന്നും അനുകരിക്കരുത്. പൊടി വെട്ടി